അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടാ. ഈ കാണുന്ന സാധനം അറിയോ, ഇതാണ് ശംഖുപുഷ്പം. ഇതിൻ്റെ ഒരു തൈ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരുടെ വീട്ടിൽ നട്ടു വളർത്തണം കേട്ടാ. അത്രയേറെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇല, തണ്ട്, വേര്, ഇതിൻ്റെ പൂവ് എല്ലാം തന്നെ ഔഷധ ഗുണമുള്ള സാധനമാണെന്നാണ് ആയുർവേദത്തിൽ പറയപ്പെടുന്നത് കേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുൻപ് ഇതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരട്ടാ. ഇതാണ് ഇതിൻ്റെ വിത്ത്, ശംഖുപുഷ്പത്തിൻ്റെ എങ്ങനെ ഇരിക്കുന്ന വിത്തിട്ടാ. ഇത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ വേലികളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു സാധനം കേട്ടാ. ഇത് ആയുർവേദത്തിൻ്റെ ആളുകളും ഈ ആയുർവേദത്തിൻ്റെ ചെടിയൊക്കെ പറിക്കുന്ന ആളുകളില്ലേ, അവർക്കൊന്ന് വേരോടെ പിഴുതിട്ട് പോയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കാണ്. ഇതിന് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വേലിയായിരിക്കും അതുപോലെ തന്നെ വീട്ടിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കും കേട്ടോ. അത്ര ഔഷധ ഗുണമുള്ള സാധനമാണ്. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത്. ആ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് ഈ ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ലത് നിങ്ങൾ വീട്ടിൽ തന്നെ നട്ടു വളർത്തി നിങ്ങൾക്ക് നല്ല ബ്ലൂ ചായ കുടിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ വിത്ത് ഞാൻ UP നിന്ന് വരുത്തുക കേട്ടോ. അവിടെ ഒന്നും ഈ സാധനം കിട്ടാനില്ലാണ്ട് ഇത് നമ്മൾ UP നിന്ന് വരുത്തുകയാണ്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ വിത്ത് കേട്ടാ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വാങ്ങി ഇതിൻ്റെ ഒരു തൈ നിങ്ങൾ നട്ടു വളർത്തണം. ഒരൊറ്റ തൈ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇഷ്ടം പോലെ, ഇതൊക്കെ ഒരു തൈയാണ് കേട്ടോ, ഇഷ്ടംപോലെ പൂക്കളുണ്ട്, ദിവസവും പൂക്കും, ഇഷ്ടം പോലെ പൂക്കും. അപ്പോൾ ഇതിൻ്റെ വിത്ത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വീഡിയോയുടെ താഴെ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് വിത്ത് വാങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് onebay.in എന്നാണ്. അതിൽ കയറിയാലും നമുക്ക് ഇതിൻ്റെ വിത്തുകൾ വാങ്ങിക്കട്ടാ. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അതുമാത്രമല്ല ആയുർവേദത്തിലെ ഡോക്ടർമാർ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് മറ്റേ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ ചായ വെച്ച് കുടിക്കുന്നത്, ചായ വെച്ച് കുടിക്കുന്ന സാധനമാണ്. ചായ വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ 2-3 ദിവസം ചായ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും, ബുദ്ധിശക്തി ഉണ്ടാവും. അതേപോലെ തന്നെ ഷുഗറുകാരൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഷുഗറൊക്കെ കുറയുന്നതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇതൊരു സൗന്ദര്യ വസ്തുവാണ്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചായ വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ചുളിവുകൾ, അതേപോലെ തന്നെ അകാല നര അതൊക്കെ കുറയും. പിന്നെ മെയിൻ ഒരു സംഭവം എന്നറിയോ, മദ്യം അമിതമായി കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മദ്യത്തിനോടുള്ള ആസക്തി കുറയുന്നവരെ പറയപ്പെടുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഈ ഒരു ചെടി, ഇതിൻ്റെ ഒരു ചെടി നിങ്ങൾ നട്ടു വളർത്തുക. കാരണം നിങ്ങൾ വീട്ടിൽ പല പൂക്കളും നട്ടു വളർത്തുന്നുണ്ടാവും. അത്രയൊന്നും നമുക്കിതിന് പരിപാലനം കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാനൊരു കുറ്റി ഇതണ്ട ഒരു കമ്പിലാണ് ഇതിനെ നട്ടു വളർത്തി പിടിപ്പിച്ചെടുത്തിരിക്കണ്ട. ഇത് ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. ആദ്യത്തെ 1 മാസത്തിൽ തന്നെ പൂക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അതിലൊരു 4-5 പൂക്കൾ മതി നമുക്ക് ഒരാൾക്ക് ചായ വെക്കാനായിട്ട്. ഒരുപാട് പൂക്കളുടെ ആവശ്യമില്ല. പിന്നെ ഇതുണ്ടല്ലോ 2 കളറിലാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇത് ഒന്ന് നീല കളറും അതേപോലെ തന്നെ ഒന്ന് വെള്ള കളറുമാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മളിങ്ങനെ ഒരു ചെടിച്ചട്ടി, നമുക്ക് വീട്ടിലേക്ക് ഒരു ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു പൊന്ത പോലെ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ഉണ്ട പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഈ ബ്രൂൺ ചെയ്തെടുത്തേക്ക് നിറയെ വള്ളികൾ പുതുതായിട്ടുണ്ടാവും, പുതിയ ഫ്രാഞ്ചൈസികൾ ഉണ്ടാവും, ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു സാധനമാണ് ശംഖുപുഷ്പം. അപ്പം നമ്മൾ മറ്റു ചെടികളുടെ പരിപാലിക്കുന്ന അത്രയും സംഭവങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. അതേപോലെ തന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാണല്ലോ ഇത് പൂ നമ്മൾ പറിച്ചില്ലെങ്കിൽ ഇതുപോലെ കായ ഉണ്ടാകണ്ട. ഇതാണ് ഇതിൻ്റെ കായ. അപ്പോൾ ഇത് കായൊക്കെ ഉണ്ടാകുമ്പോഴേക്കും സമയം എടുക്കും. ഒരു 4-5 മാസം കഴിഞ്ഞിട്ടേ കായ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ചായയൊക്കെ എങ്ങനെ വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ ഇതിനെ കൊണ്ടുവരാം, തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ കൊണ്ടുവരാം. നമ്മുടെ ഇത് അന്യം നിന്ന് പോയ സാധനത്തിന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമുക്കൊക്കെ ചായ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രത്യേകതരം ചായ കുടിക്കല്ലോ, നിങ്ങൾ ആഴ്ചയിൽ 2-3 ദിവസം ഇതിൻ്റെ ചായ കുടിക്കുക. രാവിലെയോ വൈകുന്നേരമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ചായ കുടിക്കും. അതിന് അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് ആയുർവേദ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അതൊരു ചായ എങ്ങനെ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൂ പറിച്ച് നമുക്ക് ഇതിൻ്റെ ബ്ലൂ ചായ ഉണ്ടാക്കാം കേട്ടോ. ഒരു 5 പൂ മതിയാകും ഒരാൾക്ക് ചായ വെക്കാനായിട്ട്. നല്ല മനോഹരമായ പൂക്കളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലൂ ചായ ഉണ്ടാക്കിയെടുക്കാം. ഇത് വലിയ പണിയൊന്നുമില്ല. പാത്രം വെക്കുക, വെള്ളം ചൂടായിട്ട് നമുക്ക് ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം. വേണ്ട, നമ്മളിതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പൂട്ട് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് തിളച്ചാൽ നല്ല ബ്ലൂ കളറാവും ഈ വെള്ളം നോക്കാം. ഇതണ്ട ഇപ്പം തന്നെ ബ്ലൂ കളറാകാൻ തുടങ്ങിയില്ലേ. ഇനി ഈ പൂക്കളിലുള്ള ബ്ലൂ കളർ മുഴുവൻ വെള്ളയാണ്. ഇതണ്ട നമ്മുടെ നല്ല ബ്ലൂ കളർ ചായ ആയാലിപ്പോൾ ഇതാ പൂവൊക്കെ നല്ല വെള്ള കളറായിട്ടാ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ആഹാ എന്താ കളറ്. ഇനി ഒരു സൂത്രപ്പണി കാണിച്ചാൽ കേട്ടാ. ഇതിൽ ചെറുതായിട്ട് നാരങ്ങ പിഴിയുമ്പോൾ കളർ എങ്ങനെ ചേഞ്ച് ആവും നിൽക്കാം. അടിപൊളി, നല്ല പർപ്പിൾ കളറായില്ലേ. ഇനി നമുക്ക് കുറച്ച് തേന് ഈ നാരങ്ങ ഒഴിച്ചതിൽ
കുറച്ച് തേര് കൂടെ ഒഴിക്കണം. പിന്നെ കുരു കിടക്കുന്നത് അടിപൊളി. അപ്പോൾ നമ്മളങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ ചായ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ഇതിനെ ബ്ലൂ പീ എന്നും പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറില്ല കേട്ടോ. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഞാനിത് ശംഖുപുഷ്പത്തിൻ്റെ ചായ വെച്ച് കുടിക്കും. അത് രതീഷോട് ചോദിക്കും എങ്ങനെയുണ്ട് അഭിപ്രായം. എങ്ങനെയുണ്ട്? അത് അടിപൊളി ടേസ്റ്റ് ആണ്. നാരങ്ങയും തേനും കൂടി ചേരുമുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ സൂപ്പറായിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പല ചെടികളും വീട്ടിൽ നട്ടു വളർത്തണല്ലേ, പല തരം പൂക്കളും സാധനങ്ങളൊക്കെ നട്ടു വളർത്തണമാണ്. ഇത് അത്ര ആരോഗ്യ ഗുണമുള്ള അല്ലെങ്കിൽ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ നട്ടു വളർത്തി. അപ്പോൾ നമ്മൾ ഈ വിത്ത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെ വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് വൺ ബൈ ഡോട്ടിൽ നിന്നാണ്. വൺ ബൈ ഡോട്ടിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 49 റുപ്പീസാണ് ഈ അതിനുള്ളത്. ഒരു 20 പരം സീഡുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതേപോലെ തന്നെ ഒരു 49 രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ആ ഷിപ്പിംഗ് ചാർജ് നമുക്കുള്ളതല്ല, അത് പോസ്റ്റ് ഓഫീസിനുള്ളതാണ്. നമുക്കിത് മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റിൽ വേറെയും സീഡുകളുണ്ട്. ഇതുണ്ട് ജെർജറിൻ്റെ വിത്തുകളുണ്ട്. ജെർജറിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്. ഇതൊരു ലീഫി വെജിറ്റബിൾ ആണ്. നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കുക. അതേപോലെ തന്നെ ഇതുപോലെ തന്നെ വേറെയും കുറച്ച് സീഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കും. ഇതെന്തായാലും നിർബന്ധമായിട്ടും ഒരു തൈ നിങ്ങൾ വീട്ടിൽ നട്ടുവളർത്തണം. അത്ര ആരോഗ്യ ഗുണങ്ങളുള്ള, ആയുർവേദത്തിൽ ഒരുപാട് പരാമർശിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ ശംഖുപുഷ്പം എന്നുള്ളത്. ഇതിൻ്റെ ഇല, പൂവ്, തണ്ട്, വേര് എല്ലാം തന്നെ ആരോഗ്യ ഗുണങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്താ ഇത് കുടിച്ചാലുള്ള ഗുണം നല്ല ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന പറയുന്നത്. അതേപോലെ തന്നെ സ്ട്രെസ്സ്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സൊക്കെ കുറയുന്ന പറയുന്നത്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ഒരു വാങ്ങി വീട്ടിൽ വയ്ക്കും അല്ലേ. വാങ്ങി വീട്ടിൽ വളർത്തി ഇതുപോലെ സ്പെഷ്യൽ ചായകൾ കുടിക്കും. നല്ല ടേസ്റ്റ് ആണ് ചായ കുടിക്കുക. ചായ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ നമ്മുടെ ചായപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിക്കുന്ന ചായ നമുക്ക് ഇഷ്ടപ്പെടില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല സീഡുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ സീഡ് വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വെബ്സൈറ്റിൽ കയറാം. പെട്ടെന്ന് നിങ്ങൾക്ക് സീഡ് വാങ്ങാം. വേറെ കുറേ സീഡുകളൊക്കെ ഉണ്ട് കേട്ടോ, മഴക്കാലമല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഈ സീഡുകളൊക്കെ വാങ്ങി വെക്കുക. അതേപോലെ തന്നെ ഇത് ബുക്ക് ചെയ്ത് 7 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് വീട്ടിലെത്തും. എത്തിയില്ലെങ്കിൽ ഞാനൊരു വാട്സാപ്പ് നമ്പറോട് കൊടുക്കാം. ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കോൾ വിളിച്ചാൽ കിട്ടില്ല കേട്ടോ, അതിൽ വാട്സാപ്പ് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഡീറ്റെയിൽ നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വേണ്ട സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു തരാം. നമ്മൾ പിള്ളേരുണ്ട് ഇവിടെ, അവരാണ് ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല അടിപൊളി സീഡുമായിട്ട് വീണ്ടും കാണാം. ബായ്. ഒക്കെ വരെ നട്ടു വളർത്തി. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളിയാണ്.